സൗത്ത് ആഫ്രിക്കയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് കപ്പ കിട്ടാറുള്ളൂ കേട്ടോ. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് 1-2 ദിവസത്തിനുള്ളിൽ വെച്ച് തീർക്കണം, അല്ലെങ്കിൽ വേഗം മോശമായി പോവും. അപ്പോൾ ഇത് ശനിയാഴ്ച ആയപ്പോൾ കപ്പ കിട്ടി കേട്ടോ. അപ്പോൾ കരുതി ഫ്രഷായിട്ട് ഇന്ന് തന്നെ വെക്കാമെന്ന്, കുറേ തട്ടിക്കൂട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ ഇട്ട് കപ്പ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ കരുതി ഇതേപോലെ കപ്പയൊന്നൊക്കെ കഷ്ണങ്ങളാക്കി തോലൊക്കെ കളയുകയാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കളയുന്ന സമയത്ത് അധികവും തോലിൻ്റെ കൂടെ അതിൻ്റെ ഇറച്ചിയൊക്കെ പീസൊക്കെ വരും ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതേപോലെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. കളഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ മുറിച്ചിടുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ എന്താ പറയണ്ടേ, കപ്പ ഫേവറേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കിട്ടാട്ടിൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ചായൻ്റെ കടിയൊന്നും ഇല്ലെങ്കിൽ അമ്മ പറയും കപ്പ വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് കപ്പ വാങ്ങിക്കുന്ന ഒരു ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ. നല്ല ഡ്രൈ ആയിട്ട് കപ്പ ഉണ്ടാക്കി വെക്കും അവിടെ കടയിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഡ്രൈ ആയിട്ട് നല്ല ചൂടോടെയുള്ള കപ്പ. ഇന്നും ആ ഒരു കപ്പയുടെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഇതേപോലത്തെ ഓർമ്മകളല്ലേ. ഇതേപോലെ കപ്പയൊക്കെ ഞാൻ മുറിച്ചിട്ട് അപ്പോൾ മട്ടൻ കഴുകിയിട്ട് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ തോലൊക്കെ പൊളിച്ച് നല്ലപോലെ ഒന്ന് മുറിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി കേട്ടോ. 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് പിന്നെ വേവിക്കുന്നത്. ആകെ ഒരു പീസേ എടുത്തിട്ടുണ്ടായിരുന്നു, 2 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പീസ് അത്രയല്ലേ വേണ്ടൂ. കുട്ടികളൊക്കെ കഴിക്കൽ കണക്കാണ്, അവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇതേപോലെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാതെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാതെയും ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 3-4 വിസിലാകുമ്പോഴേക്കും ഏകദേശം വെന്ത് വരുമല്ലോ. അപ്പോൾ ഇതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഇതാ വെക്കാൻ പോവുകയാണ്. വച്ചതിന് ശേഷം 4 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഒരു വിസിലടിച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചു. അത് കഴിഞ്ഞ് ഇതാ മട്ടൻ കറി ഏകദേശം റെഡിയായി. അപ്പോഴേക്കും കപ്പ അത് കൂടെ മിക്സാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഏട്ടൻ കടുക് പൊട്ടിച്ചു, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഇട്ടു. അതിന് ശേഷം പിന്നെ വേവിച്ച കപ്പ അതിലേക്ക് ഇട്ടു. ഏട്ടനാണ് മിക്സ് ചെയ്യുന്നത്. ഇതേപോലെ കപ്പ അതിലിട്ടു. പിന്നെ നമ്മുടെ മട്ടൻ കറി അതിലേക്ക് ഒഴിക്കുവാണ്. പിന്നെ കുറച്ച് തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ ഒന്ന് ചതക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ്റർഡേ ആകുമ്പോൾ അധികം ഏട്ടൻ തന്നെയാണ് കേട്ടോ കുക്കിങ്. ആഴ്ചക്ക് ഒരു ദിവസം ഏട്ടനാണ് അടുക്കളയിൽ. എനിക്ക് ആ ദിവസമാണ് കേട്ടോ ഭയങ്കര ഹാപ്പി. കാരണം കുക്ക് ചെയ്യേണ്ട, അനങ്ങാതിരിക്കുക. എന്നാലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊളിക്കാനും ഇതാക്കാനൊക്കെ ഞാൻ പോകും കേട്ടോ. ഏട്ടൻ നിൽക്കുന്ന സമയത്ത് ഞാനും കിച്ചണിലുണ്ടാവും. ഇതേപോലെ കപ്പ ഇട്ടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കാം കേട്ടോ. തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പും ചേർക്കാം. പിന്നെ എരിവെല്ലാം എന്തായാലും ഉണ്ടാവുമല്ലോ, നമ്മുടെ ഗ്രേവിക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് തട്ടിക്കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലും കാട്ടും എക്സ്പേർട്ട് കപ്പ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് പറയണ്ട കേട്ടോ ഇങ്ങനെയല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കുവാന്ന്. ഇത് ഞങ്ങളൊരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങളുടെ തട്ടിക്കൂട്ടി കപ്പ ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.